ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോംലി ഹോം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിയോടൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു പുതിന കോക്കനട്ട് ചട്നിയാണ്. ഒരുപാട് പേർക്കൊക്കെ ഇത് അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ പുതിന ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കൈപ്പിടി പുതിനയില വേണം, ഒരു കപ്പ് തേങ്ങ, താല്പര്യമുള്ളവർക്ക് പുതിനയിലയുടെ നേർപകുതി മല്ലിയിലയും കൂടെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 2-3 എരിവുള്ള പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കുരു കളഞ്ഞു വേണം, ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കുരു കളഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇത് ശരിക്കും അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ചട്നി ഇവിടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിന കോക്കനട്ട് ചട്നി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ അതിൻ്റെ സൈഡായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സൈഡ് ഡിഷ് കൂടിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്, ഒപ്പം ഡൈജഷനും അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം, എന്നിട്ടൊന്ന് ട്രൈ ചെയ്തേണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.